നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മീറ്റ് ദിസ് വീക്കിന്റെ ഈ പ്രത്യേക ഓണം പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാള സിനിമയ്ക്ക് ദുബായിൽ നിന്ന് ഓണ സമ്മാനമായി പുതിയ താരോദയമുണ്ടായിരിക്കുന്നു. ദുബായിലെ പ്രമുഖ മലയാളം റേഡിയോ സ്റ്റേഷനായ ഹിറ്റ് 96.7 FM-ലെ റേഡിയോ അവതാരക നൈലയാണ് ഈ പുതിയ താരോദയം. നൈലയുടെ ഓണക്കാഴ്ചകളിലേക്ക്. ശരറാന്തൽ മിഴിമായം ഒരു രാവിൻ കരയിൽ നാം കലരാതെ അലിയാതെ. ഇത് നൈല ഉഷ, മലയാള സിനിമയിലെ പുതിയ താരോദയം. നടൻ മമ്മൂട്ടി നായകനായി അഭിനയിച്ച കുഞ്ഞനന്ദന്റെ കട എന്ന സിനിമയിലെ നായിക. കുഞ്ഞനന്ദന്റെ കട എത്ര പൈസ തരാന്ന് പറഞ്ഞാലും കട വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. വേണ്ട, നിങ്ങൾ അച്ഛനിരുന്ന കസേരമേലാണ് അമർന്നിരുന്നു. മൂപ്പര പകലൊരിക്കലും വീട്ടിൽ കിട്ടൂല. മരിക്കാൻ ഞാനാണ് കാരണം നീതി വെച്ചിട്ട് തൂങ്ങിച്ചാവുന്നോട് പറയുന്നത്. എന്റെ കണ്ണീരിന് ദൈവം ചോദിച്ചോളൂ നിങ്ങളോട്. ഏറ്റവും ഒടുവിൽ നടൻ ജയസൂര്യ നായകനായ പുണ്യാളൻ അഗർബത്തീസ് എന്ന സിനിമയിലെ നായിക കൂടിയാണ് ഈ ദുബായ് മലയാളി. കൂടാതെ ദുബായ് കേന്ദ്രമായ പ്രമുഖ റേഡിയോ സ്റ്റേഷനായ ഹിറ്റ് FM-ലെ റേഡിയോ അവതാരക കൂടിയാണ് ഇവർ. മലയാളത്തിലെ രണ്ട് പ്രമുഖ നടന്മാർക്കൊപ്പം നായികയായി അഭിനയിച്ചാണ് ഈ ദുബായ് മലയാളി ഇത്തവണ ഓണം ആഘോഷിച്ചത്. ആദ്യ സിനിമയുടെ മികച്ച വിജയവും രണ്ടാമത്തെ സിനിമയുടെ മികച്ച വിജയപ്രതീക്ഷയിലുമാണ് നൈല. അതിനാൽ തന്നെ ഇത്തവണത്തെ ഓണാഘോഷത്തിന് തിളക്കം കൂടുതലാണ്. ഭയങ്കര ഹാപ്പി. ഇത്രയും വർഷമായിട്ട് ഇപ്പൊ ദുബായിൽ ആദ്യം ചെറുപ്പകാലത്തൊക്കെ നാട്ടിൽ ഓണം, അതിനുശേഷം ഇപ്പൊ ദുബായിൽ വന്ന് ഇവിടെ ഒരു 9 വർഷമായിട്ട് ഇവിടെയുള്ള ആൾക്കാരോട് പോകണം. പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരു വേറെ തന്നെ ഒരു ഓണത്തിന്റെ ഒരു ഫീലാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ കുഞ്ഞനന്ദന്റെ കട തുറന്നു. കടയിൽ നിന്നൊക്കെ ആൾക്കാർ സാധനം വാങ്ങി തുടങ്ങി. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കണം. അതായത് മൂവി കണ്ടതിന് ശേഷം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുടെ ഫോൺ കോൾസും, ആദ്യമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്ത എൻ്റെ ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും മധു അമ്പാദ് സാറും മമ്മൂക്കയും അവരുടെ അടുത്ത് നിന്നൊക്കെയുള്ള തിരിച്ചുള്ള ഫീഡ്ബാക്ക് ഒക്കെ കേട്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് സുഗന്ധം പരത്താൻ ചന്ദനത്തിരിയൊക്കെ ആയിട്ട് ഞാൻ രണ്ടാമത്തെ സെറ്റിലേക്ക് എത്തിയത്. പുണ്യാളൻ അഗർബത്തീസിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞു. അത് ഞാൻ ആദ്യം ചെയ്ത കുഞ്ഞനന്ദന്റെ കടയെക്കാട്ടിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. കാരണം കുഞ്ഞനന്ദന്റെ കടയിൽ ഞാൻ കുറച്ചും കൂടെ പ്രായം ചെന്ന ഒരു ക്യാരക്ടറാണ്. 2 മക്കളുടെ അമ്മയൊക്കെ ആയിട്ട് തനി നാടൻ ഒരു ക്യാരക്ടറാണ്. അപ്പം എൻ്റെ മാനറിസമും ഒക്കെ ഒരു നാടൻ ശൈലിയാണ്. പക്ഷെ പുണ്യാളൻ അഗർബത്തീസിൽ ഞാൻ എൻ്റെ പോലത്തെ തന്നെ ഒരു രൂപം, അതായത് ക്യാരക്ടർ ഓൾമോസ്റ്റ് എന്നെ പോലെയാണ്, ഡ്രസ്സ് ചെയ്യുന്നത് എന്നെ പോലെയാണ്, ഹെയർ സ്റ്റൈൽ എൻ്റെ പോലെയാണ്. അപ്പോൾ മൊത്തത്തിൽ അനു എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു യങ്ങർ സെറ്റ് ഓഫ് ആൾക്കാരാണ്. ഇപ്പോൾ ജയസൂര്യാണ് ഇതിലെ ഹീറോ, ഭയങ്കര ഫ്രണ്ട്ലി. ജയസൂര്യ ഞാനായിട്ട് പെട്ടെന്ന് ഞങ്ങൾ ജെല്ലായി. പിന്നെ ഇതിലെ ഡയറക്ടർ രഞ്ജിത് ശങ്കർ ആയാലും ഇസ് എ യങ് പേഴ്സൺ. അപ്പം അങ്ങനെ ആ സുഗന്ധം എന്ന് പറഞ്ഞാൽ അത് ആനപ്പിണ്ണം കൊണ്ടുണ്ടാക്കുന്ന ചന്ദനത്തിരിയാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ മണക്കും എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അത് ഭയങ്കര ഒരു വമ്പൻ ഹിറ്റ് ആയിരിക്കാം. ഇനി മുതൽ എല്ലാം ഈ ചന്ദനത്തിരി ആയിരിക്കും ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യ സിനിമയുടെ നായകൻ തന്നെ മമ്മൂട്ടിയായതിന്റെ സന്തോഷവും നൈല മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കുമായി പങ്കുവച്ചു. ഫസ്റ്റ് ഫിലിം തന്നെ എന്നെ കൊണ്ട് ഇട്ടത് കുറേ സിംഹങ്ങളുടെ നടുക്കാണ്. ഇപ്പം മധു അമ്പാദ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ. റസൂൽ പൂക്കുട്ടി സർ എന്ന് പറയുന്നത് ഒരുപക്ഷെ സൗണ്ട് ഡിസൈനിങ്, സിങ്ക്രണൈസ് സൗണ്ടിനൊക്കെ ഇന്ത്യക്ക് ചോദിക്കാൻ പറ്റുന്ന ദ ബിഗ്ഗസ്റ്റ് നെയിം. സലീം അഹമ്മദ് സർ ഒരു മൂവിയെ ചെയ്തിട്ടുള്ളൂ എങ്കിലും ആ മൂവിക്ക് കിട്ടാത്ത ക്ലെയിംസ് ഒന്നുമില്ല. പിന്നെ ഒപ്പം അഭിനയിക്കുന്നത് നമ്മുടെ മമ്മൂക്കയും. സോ അവരുടെ ഇടയിലൊക്കെ ചെന്ന് പെട്ടിട്ട് അതെല്ലാവരും ചോദിച്ചാൽ അതെങ്ങനെ അഭിനയിച്ചു. അപ്പം ഞാൻ എനിക്ക് അഭിനയിച്ചേ പറ്റൂ, കാരണം ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഇവരെടുത്ത റിസ്ക് എന്താവും എന്നുള്ളതാണ്. കാരണം ഭയങ്കര റിസ്ക് ആയിരുന്നു എന്നെ ആ മൂവിയിൽ ഇടുന്നത്. അപ്പോൾ
മമ്മൂക്കയുടെ കാല് തൊട്ട് തൊഴുതിട്ട് ഫിലിം ഷൂട്ടിംഗ് ഫസ്റ്റ് ഡേ ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് മമ്മൂക്ക വന്നിരിക്കുമ്പോൾ മമ്മൂക്കയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് അനുഗ്രഹിക്കണം മമ്മൂക്ക എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു അതെ മമ്മൂക്കയുടെ കാലിൽ തൊട്ട് തൊഴുതാൽ മമ്മൂക്ക ഒന്നും പറയില്ല അങ്ങനെ തന്നെ വേണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ബാക്ക് ചെയ്യുന്ന വന്ന് മമ്മൂക്ക റൂമിൽ കയറുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇപ്പോൾ കാല് പിടിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ മമ്മൂക്ക വന്ന ഉടനെ ഞാൻ ഈ കുട്ടിയുടെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവാണ്, എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം മമ്മൂക്ക അങ്ങോട്ട് എല്ലാവരോടും. അപ്പം അങ്ങനെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടാണ്. എൻ്റെ പേടിയും എൻ്റെ എക്സ്പീരിയൻസ് കുറവൊക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് മനസ്സിലാക്കി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് സിങ് സൗണ്ട് ആയത് കാരണം ഡയലോഗ്സ് ഒക്കെ ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറയുന്നത് റേഡിയോ അല്ല ഇത്ര ഉറക്കെ പറയേണ്ട ആവശ്യമില്ല, പിന്നെ ഇങ്ങനെ പല്ല് കടിച്ചു പിടിച്ച് ഡയലോഗ് പറയണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു തന്ന് എന്താ പറയുക അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അങ്ങനെ ഒരു സ്റ്റാർട്ട് കിട്ടിയത് വിത്ത് മമ്മൂക്ക. അത് കഴിഞ്ഞിട്ട് ജയസൂര്യയുടെ അടുത്തേക്ക് വന്നപ്പോൾ ജയസൂര്യൻ എന്നോട് ചോദിച്ചു വല്ലാണ്ട് തോന്നുന്നുണ്ടാവില്ലേ മമ്മൂക്ക ഇനി നേരെ എൻ്റെ അടുത്ത് തന്നെ. പക്ഷേ ഞാൻ ഒരു മൂവിയിൽ ഒരു സ്റ്റാറിന്റെ കൂടെ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമെങ്കിലും മമ്മൂക്കയെ ഞാൻ ലുക്ക് അപ് ടു ഹിം, ഒരു വലിയ ആൾ മമ്മൂക്ക അഭിനയിക്കും, പിന്നെ മമ്മൂക്കയുടെ ക്യാരവനിലേക്ക് തിരിച്ച് അങ്ങനെയാണ്. പക്ഷെ ജയസൂര്യയുടെ കൂടെയാണ് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആദ്യമായിട്ട് അങ്ങനെ ഒരു മോഡിലെത്തിയത്. സോ ദാറ്റ് വാസ് എ ഗുഡ് സ്റ്റാർട്ട്, സംതിങ് ദി ബെസ്റ്റ് ദാറ്റ് എനിബഡി കുഡ് ആസ്ക് ഫോർ. ഒരു റേഡിയോ അവതാരക എന്ന ജീവിതം സിനിമാ അഭിനയത്തിന് ഏറെ ആത്മവിശ്വാസം നൽകിയെന്നും നൈല പറയുന്നു. ഒരുപക്ഷെ ഞാനിവിടെ 9 വർഷമായിട്ട് ഇപ്പം ചോദിച്ച പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വെറുതെ ഇപ്പോൾ റേഡിയോയിലിരുന്ന് സംസാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾ ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ഒരു റേഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ഇപ്പം ഞങ്ങളിവിടെ ഫോർ യു മോം ചെയ്ത് ഒരുപാട് അമ്മമാർ വന്നു, റിയൽ ലൈഫിൽ ഒരുപാട് ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ പറ്റി. അതിപ്പോൾ നാട്ടിലാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവുമായിരിക്കും, എല്ലാവർക്കും കൂടുതൽ റിയൽ ലൈഫ് ആൾക്കാരെ കാണാൻ പറ്റുന്നതും ഒക്കെ. പക്ഷേ ഈ 9 വർഷം ഇവിടെ ജോലി ചെയ്തത് കൊണ്ട് എനിക്കുണ്ടായൊരു കോൺഫിഡൻസ്, അതായത് ഫസ്റ്റ് ടൈം ഇത്രയും ആൾക്കാരെ മുന്നിൽ നിന്നിട്ട് അഭിനയിക്കുക, ഡയലോഗ്സ് കാണാതെ പഠിച്ച് പറയാം. അതെൻ്റെ ഫസ്റ്റ് സിനിമ തന്നെ ഞാൻ പോയത് സിങ് സൗണ്ടിൽ അഭിനയിക്കാനാണ്. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു ഭാഷാ ശൈലി, ഇപ്പം കണ്ണൂർ ഭാഷ, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, കണ്ണൂർ ഞാൻ കണ്ടിട്ട് പോലില്ല. അപ്പം കണ്ണൂർ ഭാഷയിൽ ഈ ഡയലോഗ് എല്ലാം കാണാതെ പഠിച്ച് മമ്മൂക്കയുടെ മുന്നിൽ അഭിനയിച്ച് പറയാന്ന് പറയുന്ന ആ ഒരു ചലഞ്ച് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നത് ഇവിടുത്തെ റേഡിയോ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ കുഞ്ഞനന്തന്റെ കടയിൽ ചിത്തിര എന്ന് പറയുന്നത് ഒരു 40 വയസ്സോളം പ്രായമുള്ള വളരെ നാടനായിട്ടുള്ള ഒരു കഥാപാത്രം. പക്ഷെ അവൾ ഇപ്പൊ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന കുട്ടിയാലും ഇപ്പൊ ഇവിടെ ദുബായിൽ ജീവിക്കുന്ന ഇപ്പൊ നമ്മളെപ്പോലുള്ളവരായാലും നമുക്കിപ്പോ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഒരേപോലെയാണ്. ഇപ്പൊ ഭർത്താവ് അവഗണിക്കുകയാണെങ്കിൽ, ഭർത്താവ് ഇപ്പം നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ല ജീവിക്കുന്നതെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിലേക്ക് റിയാക്ഷനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ജോലി ചെയ്തതും ഇവിടെ ആർജയായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് നമ്പർ 1 എനിക്ക് ഒരു പക്ഷേ ഒരു കോൺഫിഡൻസ് കിട്ടി എന്നുള്ളതാണ് ഒരു പക്ഷെ എനിക്കിത് ഉണ്ടായ ഒരു കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. എന്താ കണ്ണീരിന് ദൈവം ചോദിച്ചോളൂ നിങ്ങളോട്. സിനിമാ അഭിനയത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചും ഇവർ ഇങ്ങനെ മനസ്സ് തുറന്നു. എനിക്ക് തോന്നുന്നു ലൈഫിൽ നമുക്ക് നടക്കേണ്ട ഓരോ കാര്യങ്ങൾ അതിൻ്റെതായ സമയത്ത് നടക്കണം. ഞാനിപ്പോൾ എൻ്റെ കറക്റ്റ് ഏജിലാണ് ഞാൻ കല്യാണം കഴിച്ചത്, കറക്റ്റ് ഏജിൽ ഐ ബിക്കേം എ മദർ. അപ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പം ആസ് എ ഡോട്ടർ ഞാൻ ഡ്യൂട്ടീസ് എല്ലാം ഞാൻ ചെയ്തു, ആസ് എ വൈഫ്, ആസ് എ മദർ ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് എല്ലാം എൻ്റെ കറക്റ്റ് സമയത്ത് ഞാൻ ചെയ്തു തീർത്തു എന്നുള്ളൊരു സമാധാനമാണ് എനിക്ക്. അപ്പോൾ ഞാനൊരു പക്ഷേ നേരത്തെ ഞാനിപ്പോൾ ഒരു മൂവിയിലൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വേ ഓഫ് തിങ്കിങ് ഡിഫറെൻ്റ് ആയിരുന്നേനെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര മെച്യൂർഡാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 സിനിമയിൽ അഭിനയിച്ചപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഞാനൊരു പക്ഷേ ചെറിയ രീതിയിലുള്ള സ്റ്റാർഡമൊക്കെ ഞാനിവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു പക്ഷേ സിനിമയിൽ പോകുന്നത് ഇപ്പം അഭിനയിക്കാൻ പോകുന്ന എനിക്ക് ഫേമസ് ആവാനോ കുറേ പൈസ ഉണ്ടാക്കാനോ ഒരു സ്റ്റാർ ആവാനൊന്നും അല്ല. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഫിലിമിൽ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിരുന്നതിൽ എനിക്ക് ജീവിതത്തിൽ കുറെ കൂടെ മെച്യൂർഡായി. ഞാൻ ഇപ്പോൾ ഈ ചെയ്ത 2 ക്യാരക്ടേഴ്സും ഭാര്യ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഒരു ഭാര്യ ഈ സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യും, അവരെ മനസ്സിൽ എന്തൊക്കെ പോകുന്നത് നമുക്ക് ഒരു കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് അത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും, അത് അങ്ങനെ തന്നെ എനിക്ക് ഇമോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിട്ട് വന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നു, എന്നോട് ചോദിച്ചു, ഓക്കെ വൈ നോട്ട്. ഇത്രയും വർഷം റേഡിയോയിൽ ജോലി ചെയ്തിട്ട് ഇനിയിപ്പോൾ നാളെ ഒരു റേഡിയോ ഒന്ന് ക്വിറ്റ് ചെയ്താൽ എനിക്ക് ആരെ അടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇതായിരുന്നു ഞാൻ റേഡിയോയിൽ നിന്ന്. പക്ഷേ ഇനി എത്ര കഴിഞ്ഞാലും എനിക്ക് ഒരു കുഞ്ഞനന്തൻ്റെ കടയും ഒരു പുണ്യാളൻ അഗർബത്തീസും എൻ്റെ മക്കളുടെ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ ഞാൻ ചെയ്തൊരു വർക്ക്. സോ ഐ ആം ഹാപ്പി. പുതിയ താരപദവിയേക്കാൾ തനിക്കിഷ്ടം എല്ലാവരുടെയും സുഹൃത്തായ ആ പഴയ നൈലയാണെന്നും പുതുമുഖ താരം കൂട്ടിച്ചേർത്തു. ഇപ്പൊ ഞാനൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. ഇപ്പം ഓഫീസിൽ തന്നെ ഇപ്പൊ പോകുമ്പോ എന്റെ ഫ്രണ്ട്സൊക്കെ ആർജയും നടിയും ആയ നൈല എത്തി. അപ്പം ഈ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പൊ എന്നെ എല്ലാരും കാണുമ്പോ തന്നെ പണ്ടിപ്പോ നമ്മളിപ്പോ ഒരു റേഡിയോ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ TV യെക്കാട്ടിലും സിനിമയെക്കാട്ടിലും സീരിയലിനൊക്കെ കാട്ടിലും
വേറെ തന്നെ ഒരു ലെവലിൽ ആൾക്കാർ നമ്മളെ കാണുന്നത്. കാരണം ഒറ്റയ്ക്കാണല്ലോ അവരിരുന്നിട്ട് കൂടുതലും റേഡിയോ വെക്കുന്നത്. അപ്പം നമ്മളൊരു സുഹൃത്തായി നമ്മുടെ നൈല അങ്ങനെയൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്കൊരു സംശയം ഇല്ലാതില്ല, പുറത്ത് പോകുമ്പോഴത്തേക്കും അവരിപ്പം നമ്മുടെ നൈല മാറ്റിയിട്ട് അയ്യോ നൈല എന്നുള്ള രീതിയിലായോ എന്ന്. ഇപ്പം തന്നെ നമ്മുടെ ഓഫീസിൽ സാധാരണ എല്ലാവരും വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അർഫാസ് നിമ്മി അവരൊക്കെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം, നൈലയുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ അങ്ങനത്തെ രീതിയിലാക്കി. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ഇവിടെ ഉള്ളവരിപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറയായിരുന്നു ഒരു പ്രസ് മീറ്റിൽ, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എൻ്റെ കുഞ്ഞനന്ദൻ്റെ കടയായാലും പുണ്യാളൻ അഗർബത്തീസ് ആയാലും ദുബായിൽ റിലീസ് ചെയ്ത് എന്നെ ഇത്രയും വർഷമായിട്ട് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ലിസണേഴ്സ് അത് കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എന്നോട് പറയണം അയ്യോ അവിടെ ശരിയായില്ല ഇത് നന്നായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാനാണ് എൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ അവർ ഇപ്പോഴും എന്നെ ആർജയായിട്ട് എന്നെ കാണണം, അവരുടെ രാവിലെകളിൽ അവരോട് സംസാരിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ്നെസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ അതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സുഹൃത്തായിട്ട് കാണണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ യെസ്, ലൈക്ക് യു ആസ്ഡ്, ഒരു ചേഞ്ച് എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു ചേഞ്ചാണത്. ഒരുപാട് നല്ല അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് പുതിയ പദ്ധതികളൊന്നും എടുക്കുന്നില്ല. ദുബായിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും പുതുമുഖതാരം പറഞ്ഞു. ഇപ്പം ദുബായിലുള്ള ഒരു പ്രോജക്ട്സിന്റെ ഭാഗമായിട്ടൊന്നുമില്ല. പക്ഷെ നാട്ടില് ഇൻഫാക്ട് കുഞ്ഞനന്ദന്റെ കടയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ മുതൽ എന്നോട് ഒരുപാട് സിനിമകളുടെ സ്റ്റോറിയും പറഞ്ഞിട്ട് ഭാഗമാകാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പുണ്യാളൻ അഗർബത്തീസ് എന്നെ രഞ്ജിത് ശങ്കർ ഡയറക്റ്റായിട്ട് വിളിച്ച് ഞങ്ങൾ ആദ്യം വേറൊരു സിനിമയെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ മേ ഫ്ലവർ എന്ന് പറഞ്ഞ ഫിലിമിന്. അപ്പോൾ ആ ഫിലിമിനെ കുറിച്ച് സംസാരിച്ചു, പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ല. പിന്നെയാണ് പുണ്യാളൻ അഗർബത്തീസ് വന്ന് എന്നോട് സംസാരിച്ചപ്പോഴേക്കും എനിക്ക് ഓൾറെഡി ഒരു നല്ല റാപ്പോ ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു 10 days ഷൂട്ടേ ഉണ്ടാവുള്ളൂ, എൻ്റെ വർക്ക് അധികം ബാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പുണ്യാളൻ അഗർബത്തീസ് ഏറ്റെടുത്തത്. പക്ഷെ അതിനുശേഷവും ഇപ്പോൾ എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറേ പ്രോജക്ട്സിൻ്റെ ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിപ്പോൾ ലീവും കാര്യങ്ങളും ഒക്കെ ഒന്ന് രണ്ടും കൂടെ 2 വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടുന്ന് കാലെടുത്ത് ഇത് പോവോ എന്നുള്ള ഒരു വറിയുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിനിപ്പോൾ എന്ത് ദുബായ് റേഡിയോ ഇവിടെ ഒന്ന് നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ട് നമ്മൾ ഇവിടെ സെറ്റിലായി കഴിഞ്ഞ് ഇവിടുത്തെ ആ ഒരു സുഖമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നാട്ടിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാൻ എന്തോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലിനോടൊരു ഇഷ്ടം കൂടി പോയി. അപ്പൊ അതുകൊണ്ട് പ്രോജക്ട്സ് ആസ് ഓഫ് നൗ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അഭിനയ സാധ്യതയുള്ള നല്ല കഥാപാത്രങ്ങളാണ് തനിക്ക് കൂടുതൽ ആഗ്രഹമെന്നും മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിന്റെ ഈ ഓണസല്ലാപത്തിൽ നൈല പറഞ്ഞു. സാധാരണ എൻ്റെ കൂട്ടുകാരെയൊക്കെ കാട്ടിലും വളരെ വ്യത്യസ്തമായിട്ട് സിനിമ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാനൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന് ഔട്ട് ആൻഡ് ഔട്ട് ഒരുപക്ഷെ അതിൻ്റെ ചില ഡയലോഗ്സ് എനിക്ക് അറിയാം, അല്ലെങ്കിൽ ആ സിനിമയിൽ അത് ശരിയായിട്ടില്ല ഇത് ശരിയായിട്ടില്ല. ഇപ്പോൾ ആമ്പിള്ളേരെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. അത്രയും ഞാൻ സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷെ ഇന്നേ വരെ ഞാൻ സിനിമ കാണുന്ന സമയത്ത് ഈ നായിക ഞാനായിരുന്നെങ്കിലോ ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിലോ ഞാൻ ചിന്തിച്ചിട്ടുമില്ല. കാരണം എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഇൻഡസ്ട്രിയിൽ വന്ന് ആദ്യം കുഞ്ഞനന്ദൻ്റെ കട ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു ആഗ്രഹം ഉണ്ടായി എന്നെ പോലെ തന്നെ കാണുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്ന്. അങ്ങനെ അനുവിനെ ഞാനിപ്പോൾ ചെയ്തു. പക്ഷെ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഇനി എന്ത് മൂവി ഞാൻ ചെയ്താലും അതിനകത്ത് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടാകണം. എനിക്ക് വെറുതെ ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു നായികയായിട്ട് അഭിനയിക്കുന്നതിനോടിനെക്കാട്ടിലും കുറച്ചും കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ആ ചാലഞ്ച് ഏറ്റെടുക്കുന്നതിനോടൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് തന്നെ ക്യാരക്ടേഴ്സ് ആയാലും ഇപ്പോൾ ഫീമെയിൽ ഓറിയൻറ്റഡ് കഥാപാത്രങ്ങളൊക്കെ വളരെ 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 കുറവാണ് മലയാള സിനിമയിൽ. കൂടുതൽ നായകന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും അവർക്ക് വേണ്ടി ചെയ്യുന്ന ചിത്രങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് പറയാനും എനിക്ക് ചെയ്യാനുമായിട്ട് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പക്ഷേ എനിക്ക് പണ്ടിപ്പം റോൾ മോഡൽസ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉർവശി എന്ന നടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ഭയങ്കര അതിശയത്തോട് കൂടി നോക്കുന്നു ഇവരൊക്കെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റിയെന്ന്. ഈ സിനിമയിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടിയാണ് ഉർവശി ചേച്ചി. അപ്പോൾ പിന്നെ ഓഫ്കോഴ്സ് യെസ് KPS ലളിത ചേച്ചിയും സുകുമാരി ചേച്ചിയും പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള മഞ്ജു വാര്യർ, ശോഭന, ഇവരൊക്കെ എനിക്കും ഇഷ്ടമാണ്. ഈ സൗഹൃദവും സന്തോഷങ്ങളും ഇനിയും തുടരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ദിസ് വീക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.